എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ നമ്മുടെ പഴയ കാലം ഓർക്കുകയായിരുന്നു. തനിക്കറിയോ, ആധാർ കാർഡ് ഇറച്ചിക്കടയുമായി ലിങ്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ എനിക്ക് അധികാരികൾ കാട്ടുപോത്തിറച്ചി നിഷേധിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിതാ ഞാൻ 1000 ഇറച്ചിക്കടകളും 10,000 കോൾഡ് സ്റ്റോറുകളും വിലയ്ക്ക് വാങ്ങാൻ മാത്രം സമ്പന്നനായിരിക്കുന്നു. സുഹൃത്തെ, എല്ലാം കാലത്തിന്റെ വിളയാട്ടം. ഇല്ല, ഒന്നുമില്ല. നീ പഴയതെല്ലാം മറക്ക്. ഇത് ഏതാണ് സ്ഥലം? അറിയില്ലേ? ഇതാണ് ചെമ്പൻകാട്. ഇപ്പോഴെത്തും. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടം കാട്ടലികൾ ധാരാളമുള്ള പ്രദേശമാണ്. വരൂ, നമുക്ക് നോക്കാം. ഓക്കേ ബോസ്. ബോസ്, അതാ 2 എലികൾ. പതുക്കെ, നമുക്കവരെ പിടിക്കാം. ഛേ, അവർ നമ്മളെ കണ്ടു. വരൂ, നമുക്കവരെ പിടിക്കാം. ഓക്കേ. സുനീഷ്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. നമ്മൾ കുറെ നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു. ഹോ, വല്ലാത്ത വിശപ്പ് തോന്നുന്നു. അത് എനിക്കും വിശക്കുന്നു. ചെമ്പൻകാട്ടിലെ പെരിച്ചാഴികൾക്ക് ഉഗ്രൻ സ്വാദാണെന്ന് എൻ്റെ അമ്മാവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തപ്പി നോക്കാം. ഓഹോ, എങ്കിൽ വരൂ. വല്ലതും കഴിക്കാതെ ഇനി നിവൃത്തിയില്ല. ഹായ്, ദാ 2 എലികൾ. വരൂ, നമുക്കവരെ പിടിക്കാം. കുപ്രസിദ്ധ കൊള്ളക്കാർ അനീഷും സുനീഷും അല്ലേ അത്? അതെ ബോസ്. കാട്ടുചാത്തൻ ക്ഷേത്രം കൊള്ളയടിച്ചത് ഇവന്മാർ തന്നെയായിരിക്കും. വേഗം അവരെ അറ്റാക്ക് ചെയ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാകും. പൂച്ചേ, ജീവനും കൊണ്ട് പോ ദൂരെ. നോ, ഞാൻ പൂച്ചയല്ല. ഐ ആം ടൈഗർ. ടൈഗർ പോലീസ്. എന്താടാ, ഈ പൂച്ചയ്ക്ക് പുലിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതിയോ? ബോസ്, ഒരു സംശയം. എന്ത് പൊടിയാണ് കൊള്ളക്കാർക്ക് നേരെ വിതറിയത്? അതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാത്രം അറിഞ്ഞിരിക്കേണ്ട രഹസ്യമാണ്.